ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂബിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊണാമി ഇന്നലെ നമ്മുടെ ഗെയിമിൽ ഒരു 27 ഫ്രീ എപ്പിക് ഡീൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മെയിനായിട്ട് പറയുന്നത് നമുക്കൊരു ഫ്രീ സെലക്ഷൻ കോൺട്രാക്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് അതിൽ നിന്നൊരു പ്ലെയറെ ഫ്രീ ആയിട്ട് എടുക്കാം. അതിൽ കിടിലൻ പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരു നമ്മുടെ സെനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇൻസാഗി ഉണ്ട്, ഫെറർ ഉണ്ട്, മഷാറോ ഉണ്ട്, സാബി അലൻസും ഉണ്ട്. അങ്ങനെ കിടിലൻ പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്, ഇൻസാഗി അടക്കം. അപ്പോൾ എല്ലാവരും കിടിലൻ പ്ലേയേഴ്സ് തന്നെയാണ്, അത്യാവശ്യം കുഴപ്പമില്ല പറയാം, എല്ലാം ഡബിൾ ബൂസ്റ്റർ കടഞ്ഞാണ്. അതിൽ നിന്ന് ഏത് പ്ലെയറായിരിക്കും എടുക്കേണ്ടത്, അവർക്ക് വെച്ച ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷനും അതുപോലെ തന്നെ ആഡഡ് സ്കില്ലും ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗൈസ്, നമുക്ക് ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് ഒക്കെ ആദ്യം തന്നെ നമുക്കൊരു 5 ഫ്രീ ട്രൈ കിട്ടും. ഓക്കെ, 2 പാക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു 300 പ്ലേയേഴ്സിൻ്റെ ആ പാക്കുണ്ട്. അതുപോലെ തന്നെ അടുത്താണ് നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 300 നമുക്കൊരു 25 സംതിങ് ഫ്രീ ട്രൈ കിട്ടുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ കിട്ടുക കഴിഞ്ഞാൽ മെയിനായിട്ട് ആദ്യം 5 എണ്ണം ലോഗിനായിട്ട് നമുക്ക് കിട്ടും. എല്ലാ ദിവസവും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 5 എണ്ണം കിട്ടും. അതും പോരാണ്ട് തന്നെ നമുക്ക് ഓരോരോ കളി കളിക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടും. ആ വഴി നമുക്കൊരു 20 എണ്ണം കിട്ടും. അപ്പോൾ ടോട്ടൽ 25 അതുപോലെ തന്നെ നമുക്ക് ആ സെലക്ഷൻ കൊണ്ട് അതെല്ലാം ഫില്ലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ 2 എണ്ണം കംപ്ലീറ്റ് ആവും. അങ്ങനെ ടോട്ടലി 27 എണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യുക, എടുക്കാൻ നോക്കുക മാക്സിമം. അപ്പോൾ എന്തായാലും എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇതിൽ ഏത് പ്ലെയർ ആയിരിക്കും എടുക്കേണ്ടത്, അവർക്ക് വെച്ച ബെസ്റ്റ് പ്ലെയർ പോച്ചിനും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ആദ്യം ഒരു അഡ്വൈസ് തരാം. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഏത് പ്ലെയറാണ് വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ സ്കോഡ് നോക്കുക. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ റൈറ്റ് ബാക്ക് ആയിരിക്കും. അപ്പോൾ റൈറ്റ് ബാക്ക് ആണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് സെനിറ്റിക്ക് പോവുക, ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും സെനിറ്റിക്ക് പോവുക. 2 വിങ്ങും കളിക്കുന്ന ഒരു വിങ് ബാക്കാണ് നമ്മുടെ സെനിറ്റി വിത്ത് ഫോർസ്റ്റേഴ്സ് സ്കില്ലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെഷാറോ ഉണ്ട്, ഇൻസാഗി ഉണ്ട്. അപ്പോൾ ഇൻസാഗി നോക്കുകയാണെങ്കിൽ ഗോൾ പോച്ചറാണ്, അതുപോലെ തന്നെ മെഷാറോ നോക്കുകയാണെങ്കിൽ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക ഇൻസാഗിക്ക് പോകാനാണ്. മറ്റേ ഗോൾ പോച്ചർ ആയിരിക്കും ഒന്നുകൂടി എഫക്റ്റീവായിട്ട് വരിക. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ആകെ നമുക്ക് സാബിലൻസ് ആണ് അതിൽ ഓപ്ഷൻ ആയിട്ടുള്ളത്. സാബിലൻസോ ഒരു രക്ഷയില്ല, കിഡിലനാണ്. ആ കാർഡ് 32 വയസ്സുള്ള സാബിലൻസ് ആണ്, ബട്ട് കിഡിലനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫെറർ നോക്കുകയാണെങ്കിൽ സെൻറ്റർ ബാക്കാണ്. ആൾ സെൻറ്റർ ബാക്ക് ഇട്ട് കളിപ്പിക്കുക വെച്ചാൽ ഒരു ഡിസ്ട്രോയർ സെൻറ്റർ ബാക്കാണ്. അപ്പോൾ അവിടെ സെൻറ്റർ ബാക്ക് ആൾ ഫിസിക്കലി കുറച്ച് വീക്കായിരിക്കും, പിന്നെ ഏരിയയിൽ കുറച്ച് വീക്കായിരിക്കും. ബട്ട് അതിനൊക്കെ അനുസരിച്ചുള്ള പ്രോഗ്രസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആളെ പിടിച്ച് റൈറ്റ് ബാക്ക് കളിപ്പിച്ചോ, അവിടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. സ്പീഡും അത്യാവശ്യം ഡിഫെൻസീവ് പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ഫെറർ. അപ്പോൾ അവിടെ ആൾ സ്യൂട്ടായിരിക്കും. അങ്ങനെ പലയിടത്തും പല രീതിക്ക് വെച്ച പ്ലെയേഴ്സാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ പ്ലെയർ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും നമ്മുടെ ഇൻസാഗിനെ വെച്ചിട്ട് തന്നെ തുടങ്ങാം. കാരണം ഇൻസാഗി ഇതിലെ ഫോർവേഡാണ്. ഇൻസാഗിയുടെ പ്രോഗ്രഷൻ ആദ്യം തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇൻസാഗിക്ക് കൊടുക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് 7 ഷൂട്ടിങ്, അതുപോലെ തന്നെ 7 ഡ്രിബിളിങ്, 8 ഡിസ്ചാർജ്, 12 ലോ ബോർഡ് സ്ട്രെങ്ത്, 4 ഏരിയയിലാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കിടലായിട്ടുള്ള സ്റ്റാറ്റ്സ് ഇൻസാഗിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇൻസാഗിക്ക് ബൂസ്റ്റർ കൊടുത്തിരിക്കുന്നത് ബോൾ ക്യാരിയിങ് ആണ്. ഓക്കെ, ഇൻസൈഡ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇത് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ അറ്റാക്ക് ഒരു 95 ഡ്രിബിളിംഗ് സെക്ഷൻ കുഴപ്പമില്ല, എല്ലാം 80ൻ്റെ മുകളിലുണ്ട്. അതുപോലെ ഫിനിഷിങ് 92 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഫിനിഷിങ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂട്ടി കൊടുത്തോട്ടോ. അതുപോലെ തന്നെ സ്പീഡ്, ആക്സിലേഷൻ, കിക്കിംഗ് പവർ ഇതെല്ലാം 92, 93 വെച്ചുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓക്കെയാണ്. പിന്നെ സ്റ്റാമിന 89 ഉണ്ട്, ഒരു 80 മിനിറ്റ് ഒക്കെ പടിയായിട്ട് കളിപ്പിക്കാൻ പറ്റും. പിന്നെ ബാലൻസ് 84 അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആണ് മൂപ്പർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ടോപ്പായിട്ട് ആൾ പെർഫോം ചെയ്യുന്നതാണ് പ്രതീക്ഷ. പിന്നെ ആൾക്ക് വേണ്ട ആഡഡ് സ്കിൽസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടച്ച് മസ്റ്റായിട്ട് കൊടുക്കുക, കട്ട് ബിഹൈൻഡ് ടേൺ മസ്റ്റായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ത്രൂ പാസിങ് കൊടുക്കുക, ഏരിയൽ സൂപ്പർച്ച് കൊടുക്കുക, ഔട്ട് സൈഡ് കേർലർ കൊടുക്കുക. ഇത്ര സ്കില്ല് മസ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസാഗി ഒരു വിധത്തിൽ പെഡായിട്ട് കളിക്കുന്നതന്നെ പറയാം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് സെൻറ്റർ ഫോർവേഡൊക്കെ അത്യാവശ്യമായിട്ട് വേണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇൻസാഗിക്ക് സൂപ്പർ സബ് കൊടുത്തിട്ട് സൂപ്പർ സബായിട്ട് കളിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ എഫക്റ്റീവായിട്ട് കളിക്കണമെങ്കിൽ നിങ്ങൾ ഈ സ്കില്ലും അതുപോലെ തന്നെ ഈ പ്രോഗ്രഷൻ കൊടുത്താൽ മതി, ടോപ്പായിട്ട് നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത പ്ലെയർക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലെയറാണ് നമ്മുടെ ഒലിവർ ഖാൻ. ഒലിവർ ഖാൻ ഇപ്രാവശ്യം ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പുതിയ സ്കില്ലായിട്ടാണ്, സ്പിരിട്രോ പറഞ്ഞ ഒരു സ്കില്ലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒലിവർ ഖാനിൽ ഇതിൽ സ്കില്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻസാഗിക്ക് നോക്കുമ്പോൾ ഇൻസാഗിക്ക് സ്കില്ലില്ല, പക്ഷേ ഒലിവർ ഖാൻ സ്കില്ലുണ്ട്. അപ്പോൾ ഒലിവർ ഖാൻ വന്നിരിക്കുന്ന സ്കില്ലാണ് സ്പിരിട്രോ. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഡിഫൻസ് ഒരു കല്ല് പോലെ അനുഭവപ്പെടും. വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഡിഫെൻസീവായിട്ട് നമുക്ക് തോന്നുന്നതാണ് ആ സ്കില്ല് അവർ എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ അതാണ് സാമി സ്പിരിട്രോ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒലിവർ ഖാൻ കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് 2 ഏരിയൽ സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എന്താ വെച്ചാൽ ജമ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ GK 1 10, 2 10, GK 3 10. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പ്രോഗ്രഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആൾക്ക് കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ പറയുന്നത് സേവിങ് തന്നെയാണ്. സേവിങ് കൊടുത്താൽ മതി, ബെസ്റ്റ് ആയിരിക്കും. ആളൊരു ഡിഫെൻസീവ് ഗോൾ കീപ്പർ ആണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നിങ്ങൾ വിരിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും. നമ്മുടെ ന്യൂ ഇയർ നിൽക്കണ പോലെ നിൽക്കില്ല, ന്യൂ ഇയർ ഓവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ആൾക്ക് മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു സ്കില്ല് പറയുന്നത് ലോപ്പുണ്ടാണ് കേട്ടോ. ആൾക്ക് ലോപ്പുണ്ടില്ല, ബാക്കി എല്ലാ സ്കില്ലും അത്യാവശ്യം ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്പിരിട്രോ പറഞ്ഞ സ്കില്ലും ഉണ്ട്.
അപ്പോൾ ഒലിവർ ഖാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഗോൾ കീപ്പർ ഒന്നും ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ കാർഡാണ് ഒലിവർ ഖാൻ്റെ. ഇപ്പോൾ മുമ്പ് ഒലിവർ ഖാൻ വന്നപ്പോൾ കുറേ പേര് എടുത്തിട്ടുണ്ടാവും. എനിക്കിപ്പോൾ മെയിനായിട്ടൊരു ഗോൾ കീപ്പർ ഇല്ല, പക്ഷെ ഞാൻ ഒലിവർ ഖാൻ പോകണില്ല, എനിക്ക് ഒരു എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല ഒലിവർ ഖാൻ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഡിഫൻസ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഒലിവർ ഖാൻ എടുക്കേണ്ട ജസ്റ്റ് ആ കമൻറ്റ് ചെയ്തോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്ലെയർക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇതിലത്തെ അടുത്ത പ്ലെയറാണ് നമ്മുടെ സാബി അലൻസോ. സാബി അലൻസോ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ കാർഡാണ്. ഇത് 13-14 കാർഡാണ് കേട്ടോ. അപ്പോൾ ആൾ 153 ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണ്. നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് ഈ കാർഡ്. ഓക്കെ, ആൾക്ക് സ്പെഷ്യൽ സ്കില്ല് വേണ്ടിയിട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ പുറത്ത് തന്നെ പ്രോഗ്രഷൻ പറയുന്നത് 5 പാസിങ്, അതുപോലെ തന്നെ 8 ഡ്രിബിളിങ് ഉണ്ട്, 4 ഡിക്സ്റ്റാരിറ്റി, അതുപോലെ തന്നെ 11 ലോ ബോൾ സ്ട്രെങ്ത്, 3 ഏരിയയിൽ 10 ഡിഫെൻഡിങ് ആണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ടൈറ്റ് പോസ്റ്റിന് ആയിക്കോട്ടെ, ലോ പാസ്, ലോഫ്റ്റഡ് പാസ് ഒക്കെ 93, 94, 92 വെച്ച് കിട്ടുന്നുണ്ട്. ഡിഫൻസീവ് ഏരിയയ്ക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഉള്ള സ്റ്റാറ്റ്സ് തന്നെയാണ് ഓവർക്ക് വരുന്നത്. എല്ലാം പച്ച കത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിക്കുമ്പോൾ 97 ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കിടലായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ സാബിയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ കെപ്പലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ലിങ്കപ്പിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കളിപ്പിക്കാൻ പറ്റിയ ഒരു മുതലാണ് നമ്മുടെ സാബി അലൻസോ കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ പറയുന്നത് ബോൾ ക്യാരിങ് ആണ്. സോ ബോൾ ക്യാരിങ് കൊടുത്താൽ മതി ഞാൻ പറയുള്ളൂ. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പാസിംഗ് ഒക്കെ കൊടുക്കാം. പക്ഷേ ഇതിൽ അത്യാവശ്യം സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആൾക്ക് കൊടുക്കേണ്ട സ്കിൽസ് ആണ്. ഓക്കെ, ആൾക്ക് ഞാൻ കൊടുക്കുന്ന ആഡ് സ്കിൽസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മാൻ മാർക്കിംഗ് ആണ്. ഓക്കെ, അത് എന്തായാലും മസ്റ്റാണ്. അതുപോലെ തന്നെ ഹെഡിങ് സ്കില്ല് കൊടുക്കുക, സ്ലൈഡിങ് ടാക്കിൾ കൊടുക്കുക, റേസിംഗ് ഷോട്ട് കൊടുക്കുക, ഏരിയൽ സൂപ്പേജ് കൊടുക്കാം. സോ ഇത്രയും കൊടുത്തെങ്കിൽ ആൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതൊരു കിടിലൻ പ്രോഗ്രഷനാണ് കേട്ടോ. നിങ്ങളെന്തായാലും യൂസ് ചെയ്തിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സാബിനെ എടുത്തന്നെ അതും ജസ്റ്റ് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്ലെയർക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലെയറാണ് നമ്മുടെ സ്റ്റെഫനോ ഫ്യൂരി. സോ ഫ്യൂരി ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. പേഴ്സണലി പറയാൻ എൻ്റെ ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു അഭിപ്രായം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ക്രോയിഫ്, അതുപോലെ തന്നെ പെലെ, അങ്ങനെയുള്ള AMF കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് AMF യൂസ് ചെയ്യുമ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നിയിരുന്നില്ല. റൈറ്റ് മിഡ്ഫീൽഡിൽ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, എന്നാലും ഇതിലൊരു ആവറേജ്, കാരണം ഇതിലൊരു ഫെയിം തോന്നാത്തൊരു പ്ലെയറിൽ ഒന്നാണ് നമ്മളുടെ സ്റ്റെഫനോ ഫ്യൂരി പറയാം. ആൾ ലാസിയോൻ്റെ പ്ലെയറാണ്, ഇറ്റലിയുടെയും. അപ്പോൾ എനിക്കൊക്കെ ഈ പെസ്റ്റിൽ വന്നേ പിന്നെയാണ് ആളെ മെയിനായിട്ട് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ആൾ കാർഡ് സ്റ്റാറ്റ്സ് വൈസ് ആൾ പെർഫെക്റ്റ് തന്നെയാണ്, അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ റൈറ്റ് മിഡ്ഫീൽഡിലൊക്കെ ആൾ വേണം, അതുപോലെ തന്നെ AMF കളിപ്പിക്കാനും CMF കളിപ്പിക്കാനൊക്കെ ആൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആളെ കളിപ്പിച്ചാൽ മതി, സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഞാനിപ്പോൾ ആൾക്ക് കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് 7 ഷൂട്ടിങ്, 8 പാസിങ്, 8 ഡ്രിബിളിങ്, 8 ഡിക്സ്റ്റാരിറ്റി, 8 ലോ ബോൾ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ആൾക്ക് നല്ല സ്റ്റാറ്റ്സ് ഇട്ടുണ്ട്. ഇപ്പോൾ ബോൾ കൺട്രോൾ, ഡ്രിബിളിങ്, ടൈറ്റ് പൊസിഷനൊക്കെ 95, 93, 96 ഇട്ടുണ്ട്. ഫിനിഷിങ് 91 ഉണ്ട്. ലോ ലോഫ്റ്റഡ് പാസ് ഒക്കെ 80ൻ്റെ മുകളിലുണ്ട്. സ്പീഡ്, ആക്സിലേഷൻ, കിക്കുമ്പോഴൊക്കെ 90ൻ്റെ മുകളിലുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് 90 ഉണ്ട്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ പറയുന്നത് ബോൾ ക്യാരിങ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഒക്കെ അതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്സ് വൈസ് ആൾ ഓക്കെയാണ്. പെർഫോമൻസ് വൈസ് ആണ് ഞാൻ പറഞ്ഞത്. പേഴ്സണലി കളിപ്പിച്ച് എനിക്ക് ഒരു നെഗറ്റീവ് ഫീൽ പറയാൻ പറ്റില്ല, ഒരു ആവറേജ് കാർഡായി തോന്നിയ ഒരു പ്ലെയറാണ് നമ്മുടെ ഫ്യൂരി. സോ ആൾക്ക് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആഡഡ് സ്കിൽസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടച്ച് കൊടുക്കുക, അതുപോലെ തന്നെ കട്ട് ബിഹൈൻഡ് ടേൺ കൊടുക്കുക, പിന്നെ വെയിറ്റഡ് പാസ് കൊടുക്കുക, ലോ ലോഫ്റ്റഡ് പാസ് കൊടുക്കുക, ഹീൽ ട്രിക്ക് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര സ്കില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആളെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു കിടിലൻ കാർഡാണ്. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയും. നിങ്ങളുടെ മുമ്പുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ എന്തായാലും എടുത്തവരുണ്ടെങ്കിലും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്ലെയർക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇതിലത്തെ അടുത്ത പ്ലെയർ പറയുന്നത് മിക്കവരുടെ ഒരു നോട്ടപ്പുള്ളി ആയിരിക്കും. കാരണം ഇയാൾ ഒരു രക്ഷയില്ലാത്ത മുതലാണ്. പണ്ട് പെസ്റ്റൊക്കെ കളിച്ചവരെ വൺ ഓഫ് ദി ബെസ്റ്റ് ബാക്കാണ്. റൈറ്റ് ബാക്കിലൊക്കെ കളിപ്പിക്കാൻ ബെസ്റ്റ് കാർഡായിരുന്നു. വേറെ നമ്മുടെ സെനിറ്റി, നമ്മുടെ അർജൻറ്റീന മുത്ത് സെനിറ്റി ആണ്. സോ ജാവിയർ സെനിറ്റി ഒരു കിടിലൻ കാർഡാണ്. ആൾ എടുത്തതിനുള്ള ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ റൈറ്റ് ബാക്ക് കളിക്കും, ലെഫ്റ്റ് ബാക്ക് കളിക്കും, റൈറ്റ് മിഡ്ഫീൽഡിൽ കളിക്കും, CMF കളിക്കും, DMF കളിക്കും. അപ്പോൾ ഇവിടേക്ക് ആൾ പെർഫെക്റ്റ് ആയിട്ട് കളിക്കും. അതുപോലെ തന്നെ ആൾ ലെഫ്റ്റ് ബാക്കിലും ലെഫ്റ്റ് മിഡ്ഫീൽഡിലും CBയും ട്രെയിൻ ചെയ്താലും അവിടെയും കളിക്കും, പൊസിഷൻ ട്രെയിനിങ് കൊടുത്തതിന്. അപ്പോൾ അത്രയും അസറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. മിക്കവരും ഇത് നോട്ടിട്ടുണ്ടാവും ഈ പ്ലെയർ, എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ആളൊരു ഒഫൻസീവ് വിങ് ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ഫോർട്രസ് സ്കില്ല്. അത് നമ്മളൊരു നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഫോർട്രസ് പറഞ്ഞ സ്കില്ല് ആൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ ആൾക്ക് കൊടുക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് 9 പാസിങ്, 4 ഡ്രിബിളിങ്, 6 ഡിക്സ്റ്റാരിറ്റി, ലോ ബോൾ സ്ട്രെങ്ത് 11, അതുപോലെ തന്നെ ഏരിയൽ സ്ട്രെങ്ത് 4, ഡിഫെൻഡിങ് 8 ആണ്. അപ്പോൾ കിഡിലൻ സ്റ്റാറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതിലാൾക്ക് ലോ പാസ് 90 ഉണ്ട്, ലോഫ്റ്റഡ് പാസ് 97 ഉണ്ട്. അതുപോലെ തന്നെ ഡിഫെൻസീവിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം 90ൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്, 90, 91 ആയിട്ട് കിടക്കുന്നുണ്ട്. സ്പീഡ്, ആക്സിലേഷൻ 95, 90 കിടക്കുന്നുണ്ട്. ബാലൻസ്, സ്റ്റാമിനക്ക് 100 ഉണ്ട്, 90 ആൾ ഓടി കളിച്ചോളും. സോ അത്രയും ബെഡയാണ്. സോ ആൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ പറയുന്നത് ഷട്ട് ഡൗൺ ആണ്. സോ ഇങ്ങ് ഷട്ട് ഡൗൺ കൊടുത്താൽ മതി. പിന്നെ മെയിനായിട്ട് ആൾക്ക് കൊടുത്തിരിക്കുന്ന ആഡ് സ്കിൽസ് പറയുകയാണെങ്കിൽ ട്രാക്ക് ബാക്ക് പറഞ്ഞ സാധനം മസ്റ്റായിട്ട് കൊടുക്കുക. അറ്റാക്കിങ് ഫുൾ ബാക്ക് ആണ്. അപ്പോൾ ഒന്ന് ഡിഫൻസീവിൽ നമ്മൾ സ്റ്റാറ്റ്സ് കൊടുത്തതിന് ട്രാക്ക് ബാക്ക് കൊടുക്കണം മസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ലോ ലോഫ്റ്റഡ് പാസ് കൊടുക്കുക, ത്രൂ പാസ് കൊടുക്കുക. സോ ഇത്രയും കൊടുത്തതിന് ആൾ
ടഫായിട്ട് കളിച്ചോളൂ. അവിടെ ഡിഫൻസീവിൽ ആൾ പക്കയായിരിക്കും. എന്തായാലും നിങ്ങൾ നോക്കി ഇടുത്തൂരിൻ്റെ ചെസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇടുത്തൂർ പറയുമ്പോൾ എടുക്കുമ്പോൾ ടൈം ഔട്ടോ, അത് വേറെ കാര്യം. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഇറക്കണമെന്നുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ, അടുത്ത ആഴ്ചയായിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ പറയും എടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ പ്ലാൻ എടുക്കാൻ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത പ്ലെയറാണ് നമ്മളുടെ ഫെറർ. ഓക്കെ, ഫെറർ വരെ നമ്മുടെ ബാഴ്സലോണിൻ്റെ ഒരു സെൻറ്റർ ബാക്കാണ്. അത്യാവശ്യം കിടലിന് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണ്. മെയിനായിട്ട് പറയേണ്ട ഹൈറ്റിൻ്റെ പ്രശ്നമാണ്. ഹൈറ്റ് ആൾക്ക് 170 ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആളൊരു സെൻറ്റർ ബാക്കായിട്ട് യൂസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ റിസ്കിൽ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സ്റ്റാറ്റ് വൈസ് ആൾ ഓക്കെയാണ്, പക്കയാണ്, ഒന്നും പറയാനില്ല. ആൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യാം. അവിടെ ആൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആൾക്കിനപ്പോൾ കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് ഒരു ഡിക്സ്റ്റാരിറ്റി 2 ലോ ബോർഡ് സ്ട്രെങ്ത്ത് 11 ഏരിയയിൽ 13 ഡിഫെൻഡിങ് ആണ്. സോ ഇതിൽ കിടല സ്റ്റാറ്റ്സ് ആണ് ആൾക്ക് വരേണ്ടത് കേട്ടോ. മെയിനായിട്ട് പറയാനുള്ള ഡിഫൻസീവിൽ നോക്കുകയാണെങ്കിൽ 98 അവയർനെസ് ഉണ്ട്, 99 എൻഗേജ്മെൻറ്റ് ഉണ്ട്, ടാക്ലിങ് 97 ഉണ്ട്, അഗ്രഷൻ 99 ഉണ്ട്. ഒരു രക്ഷയില്ല പറയാം. ഡിഫൻസീവിൽ ആൾ ഏരിയയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അടിയിൽ ആൾ ക്ലീനാണ്. അതുപോലെ സ്പീഡ് 90 ഉണ്ട്, ആക്സിലേഷൻ 87 ഉണ്ട്, ജെൻബൻ 93 ഉണ്ട്, സ്റ്റാമിന 90 ഉണ്ട്. സോ ഞാൻ ആൾക്ക് കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ പറയുന്നത് ഏരിയൽ ബ്ലോക്ക് പറഞ്ഞ ബൂസ്റ്ററാണ്. സോ ഇതിൽ ആൾക്ക് ആഡ് ചെയ്യേണ്ട സ്കിൽസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ്, അതുപോലെ തന്നെ ഏരിയൽ സുപ്പീരിയറിറ്റി, ലോ ലോഫ്റ്റഡ് പാസ്, പാസിങ്, വെയിറ്റഡ് പാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് പറയുന്നത് ഹൈറ്റിൻ്റെ പ്രശ്നമാണ് ആളുടെ. ഓക്കെ, ഹൈറ്റിൻ്റെ പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ ആൾ ബെസ്റ്റ് തന്നെയാണ്. ഞാൻ മെയിൻ ആളുടെ റൈറ്റ് ബാക്ക് ഇട്ട് കളിപ്പിക്കുക. ഈ പ്രോഗ്രഷനെ വെച്ച് നിങ്ങൾ റൈറ്റ് ബാക്ക് ഇട്ട് കളിപ്പിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടും, റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ ഇത് എടുക്കാൻ പ്ലാൻ ചെയ്ത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്ലെയർ ചെയ്യാം. സോ ഈ പാക്കത്തെ ഏറ്റവും അവസാനത്തെ പ്ലെയറാണ് നമ്മുടെ മെസാറോ. സോ ഡെനിലെ മെസാറോ ഒരു ഇറ്റാലിയൻ സെൻറ്റർ ഫോർവേഡാണ്. AC മിലാൻ്റെ കാർഡാണ് ഈ കാർഡ്. അപ്പോൾ മൂപ്പരുടെ കാര്യം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആളൊരു ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. അധികം ആൾക്കാരൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരു പ്ലെയർ ആയിരിക്കും ഇത്. ഞാനും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് ആളുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ ആൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിങ് 8, ഡ്രിബിളിങ് 5, ഡിക്സ്റ്റാരിറ്റി 10, ലോ ബോഡി 12, ഏരിയയിൽ 2. സോ ഇതിൽ അത്യാവശ്യം കിട്ടാൻ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നുണ്ട്. 90 ഒഫൻസീവ്നെസ് ഉണ്ട്, 80ൻ്റെ മുകളിൽ ഡ്രിബിളിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിനിഷിങ് 92 ഉണ്ട്, ഹെഡിങ് 83 ഉണ്ട്, സ്പീഡ് 90, ആക്സിലേഷൻ 90, കിക്കിംഗ് പവർ 91. സോ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ സ്റ്റാമിനും ബാലൻസും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ട്. ആൾക്കിനപ്പോൾ കൊടുത്തിരിക്കുന്നത് ബോൾ ക്യാരിങ് ആണ്. നിങ്ങൾക്ക് വേണ്ടി സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിനാൽ ഒന്നുകൂടി ഫിനിഷിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാം. എന്നാൽ ഇത് തന്നെ മതി. ബോൾ ക്യാരിങ്ങിൽ ഇതൊക്കെ ഇമ്പ്രൂവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, നോക്കിയും കണ്ടൊക്കെ എടുക്കുക. പിന്നെ ആൾക്ക് മെയിനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്കിൽസ് പറയണത് ഡബിൾ ടച്ച് കൊടുക്കുക, 1 ടച്ച് പാസ് കൊടുക്കുക, ത്രൂ പാസ് കൊടുക്കുക, ഹീൽ ട്രിക്ക് ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, സോ ഇത്ര സ്കില്ല് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു വിധത്തിൽ അടിപൊളിയായിട്ട് തന്നെ ആളെ കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു ടോപ്പ് കാർഡാണ്. എന്നാലും ആളുടെ ഈ ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേ സ്റ്റൈലാണ് നമുക്കൊരു നെഗറ്റീവായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും നോക്കിയും കണ്ടിട്ടൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഇത്രയും പ്ലേയേഴ്സ് ഇപ്പോൾ ഞാൻ പറയുന്നത് സാബി അലൻസോ, അതുപോലെ തന്നെ സെനിറ്റി, ഇൻസാഗി, ഈ പ്ലേയേഴ്സിനൊക്കെ ആയിരിക്കും ഇതിൽ കുറച്ച് ഇത് കൂടുതൽ. അതുപോലെ തന്നെ ഒലിവർ ഖാൻ, ഇത്തരം പ്ലേയേഴ്സിനായിരിക്കും കൂടുതൽ ഫെയിം, കൂടുതൽ ആൾക്കാരൊക്കെ എടുക്കാൻ ചാൻസ് കൂടുതൽ ആ പ്ലേയേഴ്സിനൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പ്ലേയേഴ്സിൽ നിന്ന് എടുക്കണ പ്ലെയർ ആരാന്ന് എന്തായാലും മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ, ഒരാഴ്ച സമയമുണ്ട്, അതിനിടയ്ക്ക് എന്തായാലും ഞാൻ എടുക്കുള്ളൂ. നല്ലതിന് കിട്ടിയ ഭാഗ്യം. പിന്നെ നിങ്ങൾ പാക്ക് വെറുതെ കറക്കി കിട്ടിയിട്ടുണ്ടെങ്കിലും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും കിട്ടിയാൽ മതിയായിരുന്നു, കിട്ടുന്ന പ്രതീക്ഷയോടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. എല്ലാ സ്റ്റാറ്റ്സും സ്കിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. മനസ്സിലായി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.